ചെഷയർ ടാസണിലേക്ക് പോകുന്നു. പരാതിക്കാരൻ ചെഷയർ ടാസൺ, താങ്കളാണ് ഇതിൽ പരാതി കൊടുത്തത്. ഇപ്പോൾ എന്തൊക്കെ വീഴ്ചകൾ സംഭവിച്ചു എന്ന ശരി, ഞാൻ അദ്ദേഹത്തിലേക്ക് വരാം. അതിനു മുമ്പ് BJP പ്രതിനിധിയിലേക്ക് പോവുകയാണ്. ശ്രീ കൃഷ്ണദാസ്, ഇപ്പോൾ വീഴ്ച സംഭവിച്ചു എന്നുള്ള സമ്മതത്തിലേക്ക് GCDയും എത്തുന്നു, കോർപ്പറേഷനും എത്തുന്നുണ്ട്. ഇനി എങ്ങനെ സംഭവിക്കാതിരിക്കാനുള്ള നടപടികൾ എടുക്കുമെന്നുള്ള ഉറപ്പ്, അത് എങ്ങനെയാണ് ഇപ്പോൾ ആ ഉറപ്പിനെ കാണുന്നത്? ബഹുമാനപ്പെട്ട സ്മൃതി, ഇപ്പോൾ ഞങ്ങൾക്ക് വീഴ്ച സംഭവിച്ചു, അതുകൊണ്ട് ഞങ്ങൾ ഇനി അങ്ങോട്ടേക്ക് നടപടിയെടുക്കും. ശരി, നല്ലത് തന്നെ. പക്ഷേ കഴിഞ്ഞ പരിപാടി നടക്കുന്ന സമയത്ത് അതിൽ വീഴ്ചയുണ്ടായി എന്ന് ഇപ്പോൾ സമ്മതിക്കുമ്പോൾ ആ പ്രോഗ്രാം നടക്കുന്നതിന് മുൻപ് ഇപ്പോൾ ബഹുമാനപ്പെട്ട മേയർ നമ്മളോട് പറയുന്നത് തലേ ദിവസമാണ് അതിനുള്ള അനുമതിക്കുള്ള പത്രം സമർപ്പിച്ചത്. ഏത് നിയമപ്രകാരവുമാകട്ടെ, എന്ത് നിലപാടിൻ്റെ അടിസ്ഥാനത്തിലുമാകട്ടെ, അങ്ങനെ ഒരു പ്രോഗ്രാം അവിടെ നടക്കുമ്പോൾ ബഹുമാനപ്പെട്ട മേയർ GCD ആണ് ഇത് ചെയ്യേണ്ടത് എന്ന് പറയുമ്പോൾ ഈ കോർപ്പറേഷനകത്ത് ഏത് പ്രോഗ്രാം നടക്കുമ്പോഴും അത് പൊതുപരിപാടിയാണെങ്കിൽ പോലീസിൻ്റെയും അതുപോലെ തന്നെ കോർപ്പറേഷൻ്റെയും അനുമതി ഇല്ലാതെ ഒരു പ്രോഗ്രാം നടത്താൻ കഴിയില്ല. അതൊരു പൊതുപരിപാടി പൊതുസ്ഥലത്ത് നടത്താൻ കഴിയില്ല. അതിന് ഹെൽത്തിൻ്റെ പെർമിഷൻ വേണം, പോലീസിൻ്റെ പെർമിഷൻ വേണം, എത്ര ഡിപ്പാർട്ട്മെൻറ്റുകളുടെ പെർമിഷൻ വേണം. ഇനി ഒരു പൊതുസ്ഥലത്ത് ഒരു സ്റ്റേജ് ഇടുന്നതാണെങ്കിൽ PWDയുടെ പെർമിഷൻ വേണം. ഇനി അതല്ലെങ്കിൽ GCDയുമായി ബന്ധപ്പെട്ടാണെങ്കിൽ GCDയുടെ സെപ്പറേറ്റ് ആയിട്ടുള്ള പെർമിഷൻ വേണം. കോർപ്പറേഷനെ സംബന്ധിച്ച് പൊതുസ്ഥലത്താണെങ്കിൽ പോലും കോർപ്പറേഷൻ്റെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അധികാരികളുടെ സമ്മതം വേണം. അവരുമായിട്ട് നേരത്തെ തന്നെ ചലാനടച്ച് അതിൻ്റെ രസീറ്റ് ഉണ്ടാകണം, നടപടിക്രമങ്ങളുണ്ടാകണം. അപ്പോൾ ഇവിടെ നടപടിക്രമങ്ങൾ പാലിച്ചില്ല എന്നുള്ളതൊരു പ്രധാനപ്പെട്ട വിഷയമാണ് എന്നുള്ളത് ഇവർ സൗകര്യപൂർവ്വം ഇപ്പോൾ അങ്ങോട്ടേക്ക് മറക്കുകയാണ്, അതല്ലെങ്കിൽ നീട്ടിവെക്കുകയാണ്. ഇതിൻ്റെ നടത്തിപ്പുകാരെ സംരക്ഷിക്കുക എന്നുള്ള ഉത്തരവാദിത്തം കൂടി ഏറ്റെടുക്കുക. ഇതിലൊരു പ്രധാനപ്പെട്ട വിഷയമുള്ളത് നമ്മുടെ പൊതുസ്ഥലങ്ങളിൽ ഈ തരത്തിലുള്ള പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുമ്പോൾ, അതായത് ഉത്സവങ്ങളാണെങ്കിലും മറ്റു പരിപാടികളാണെങ്കിലും സംഘടിപ്പിക്കുമ്പോൾ അതിനെ സംബന്ധിച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലാൻഡ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ ഒരു ഗൈഡ് ലൈൻ നേരത്തെ 2023 അതിന് മുൻപ് ഉള്ള സമയങ്ങളിലുമൊക്കെ കാലാകാലങ്ങളിൽ പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതിൽ കൃത്യമായി ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ വലിയ പരിപാടികൾ നടക്കുമ്പോൾ അവിടെ എന്തൊക്കെ മെഷേഴ്സ് എടുക്കണം, പോലീസിനുള്ള ഡയറക്ഷൻ എന്താണ്, അതാത് ലോക്കൽ ബോഡി അതോറിറ്റീസിനുള്ള ഡയറക്ഷൻ എന്താണ്, ഇത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത സമയത്ത് കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ ഒരു വലിയ അപകടം നടന്നു. കഴിഞ്ഞ 2023 നവംബർ 11 എന്നതാണ് എൻ്റെ ഓർമ്മ, 11-23. ആ സമയത്ത് നമുക്കെല്ലാം അറിയുന്ന പോലെ തന്നെ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ ഒരു വലിയ ഡാൻസ് പ്രോഗ്രാം നടക്കുമ്പോൾ അവിടുത്തെ സ്റ്റേഡിയത്തിനകത്ത് കുട്ടികൾ മരണപ്പെടുന്ന സാഹചര്യമുണ്ടായി, നിരവധി പേർക്ക് പരിക്കേൽക്കുന്ന സാഹചര്യമുണ്ടായി. അതിനുശേഷം പ്രത്യേകിച്ച് DGPയുടെ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൊച്ചി പോലീസ് നേരത്തെ തന്നെ ഒരു ഗൈഡ് ലൈൻസ് പുറപ്പെടുവിച്ചിരുന്നു ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട്. അത് പോലീസിൻ്റെ പൊതുവായിട്ടുള്ള ഗൈഡ് ലൈൻസിൻ്റെ ഭാഗമായി തന്നെ. അതുപോലെ തന്നെ കാക്കനാട് ഒരു നമ്മുടെ കളമശ്ശേരിക്കപ്പുറത്ത് ഒരു സ്റ്റേഡിയത്തിൽ ഈ തരത്തിൽ ഒരു ഓഡിറ്റോറിയത്തിൽ ഈ തരത്തിൽ സ്ഫോടനമുണ്ടായ സമയത്ത് ഈ രണ്ട് സമയങ്ങളിലും പൊതുസ്ഥലങ്ങളിൽ പരിപാടി നടത്തുമ്പോൾ പോലീസ് സ്വീകരിക്കേണ്ട നടപടികളെ സംബന്ധിച്ച്, ഉത്തരവാദിത്തപ്പെട്ട ലോക്കൽ ബോഡി സ്വീകരിക്കേണ്ട നടപടികളെ സംബന്ധിച്ച് കൃത്യമായ ഗൈഡ് ലൈൻസ് ഉണ്ട്. ആ ഗൈഡ് ലൈൻസ് പാലിച്ചില്ല എന്ന് മാത്രമല്ല, ഇപ്പോൾ GCDയെ ഞങ്ങൾ റെൻറ്റ് വാങ്ങി ഞങ്ങൾ സ്ഥലം കൊടുത്തു എന്ന് പറയുന്നു. GCDയുടെ സ്ഥലത്ത്, നമ്മളൊരു പൊതുസ്ഥലത്ത് ഒരു പരിപാടി നടത്താനുള്ള സാങ്ഷൻ എടുക്കാനുള്ള ആദ്യത്തെ നടപടിക്കുള്ള അപേക്ഷ കൊടുക്കുമ്പോൾ തന്നെ അവർ ആദ്യം ചോദിക്കുന്നത് കോർപ്പറേഷൻ്റെ, PWDയുടെ, ഫയർ ആൻഡ് റെസ്ക്യൂവിൻ്റെ, പോലീസിൻ്റെ ഈ തരത്തിൽ എല്ലാ പെർമിഷൻ്റെയും കോപ്പി അതിൻ്റെ കൂടെ വെച്ച് കൊടുക്കണം. അങ്ങനെ കോപ്പി സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് ബഹുമാനപ്പെട്ട മേയർ 24 മണിക്കൂർ മുൻപാണ് അതിനുള്ള അപേക്ഷ അവർ സമർപ്പിച്ചത് കോർപ്പറേഷനിൽ എന്ന് പറഞ്ഞാൽ ആരുടെയൊക്കെയോ അനുമതി ഇല്ലാതെ തന്നെ ഞങ്ങൾക്കിത് നടത്താനുള്ള പെർമിഷൻ മുകളിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്, ഇതൊന്നുമില്ലെങ്കിലും നടത്തിക്കൊണ്ട് പോകാം എന്നുള്ള ധാരണയുണ്ടല്ലോ. ആ ധാരണയില്ലെങ്കിൽ എങ്ങനെയാണ് തലേ ദിവസം വരെ ഇതിനു വേണ്ടിയുള്ള അപേക്ഷ സമർപ്പിക്കാതിരിക്കുന്നത്? ഇനി ഈ പ്രോഗ്രാം നടക്കുന്നതിൻ്റെ സാഹചര്യം ഒന്ന് പരിശോധിക്കുക. ബഹുമാനപ്പെട്ട ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രി മരണപ്പെട്ടിട്ട് ദേശീയ ദുഃഖാചരണം നടക്കുന്ന സമയത്താണ് ഈ പ്രോഗ്രാം നടക്കുന്നതെന്നുള്ളത് ആലോചിക്കണം. ബഹുമാനപ്പെട്ട മന്ത്രിമാരും MP-മാരും MLA-മാരും ഒക്കെ പങ്കെടുക്കുന്ന പ്രോഗ്രാം നടക്കുന്നത്, അതിൽ ADGP അടക്കമുള്ള ആളുകൾ, GCDയുടെ ചെയർമാൻ അടക്കമുള്ള ആളുകൾ, ഔദ്യോഗിക സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന പ്രധാനപ്പെട്ട എല്ലാ ആളുകളും പങ്കെടുക്കുന്ന ഒരു സ്റ്റേജാണ്. ആ സമയത്ത് നമ്മുടെ ദുഃഖാചരണം നടക്കുന്ന സമയമാണ്. അതായിക്കോട്ടെ, ഒരു പൊതുപരിപാടിയാണ്, ഞങ്ങൾ സർക്കാർ പരിപാടിയല്ല എന്നൊക്കെ പറയാം. പക്ഷേ ഒരു ഔചിത്യത്തിൻ്റെ പ്രശ്നമില്ല ഇതിനകത്ത് പൊതുവായിട്ട്. ഇനി മേയർ പങ്കെടുക്കുന്ന പരിപാടി, GCDA ചെയർമാൻ പങ്കെടുക്കുന്ന പരിപാടി, അവർക്കൊരു പ്രാഥമികമായിട്ടുള്ള മേയർ പങ്കെടുത്തുവെന്നുള്ള എൻ്റെ അറിവിലില്ല. പക്ഷേ GCDA ചെയർമാൻ പങ്കെടുക്കുന്ന ഒരു പരിപാടി, ഇനി സർക്കാരുമായി ബന്ധപ്പെട്ടുള്ള ഉദ്യോഗസ്ഥന്മാർ പങ്കെടുക്കുന്ന ഒരു പരിപാടി, ബഹുമാനപ്പെട്ട മന്ത്രി പങ്കെടുക്കുന്ന പരിപാടി, ADGP ആ സ്റ്റേജിലുണ്ട്. അവർക്കൊരു പ്രാഥമിക ഉത്തരവാദിത്തമില്ല. ഇതിൻ്റെ പേപ്പറുകൾ പരിശോധിക്കപ്പെട്ടിട്ടുണ്ടോ, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പേപ്പറുകൾ കൃത്യമായി നൽകപ്പെട്ടിട്ടുണ്ടോ? അതിനാണ് മേയർ നേരത്തെ പറഞ്ഞത്, ചെയർമാൻ നേരിട്ടിറങ്ങി ഈ പേപ്പറുകൾ ശരിയാണോ എന്ന് നോക്കുന്ന ഒരു രീതി ഇല്ലല്ലോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. അല്ല, ചെയർമാൻ അത് നേരിട്ട് പരിശോധിക്കണ്ട. ചെയർമാൻ്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥന്മാർ അതിന് താഴത്ത് നിൽപ്പുണ്ടല്ലോ.
അതിൽ എസ്റ്റേറ്റ് മാനേജർ ആണെങ്കിലും ഇനി അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നോക്കേണ്ട PWD ഉദ്യോഗസ്ഥന്മാരാണെങ്കിലും ബഹുമാനപ്പെട്ട മന്ത്രി പങ്കെടുക്കുന്ന യോഗത്തിൽ ADGPയും മറ്റ് പോലീസ് ഉദ്യോഗസ്ഥന്മാരും പങ്കെടുക്കുന്നു. ഞങ്ങൾക്ക് താഴെയുള്ള SI ആണ് അല്ലെങ്കിൽ SHO ആണ് ഇത് പരിശോധിക്കേണ്ടത്, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊന്നും യാതൊരു ബാധ്യതയുമില്ല എന്ന് പറഞ്ഞാൽ, അങ്ങനെ ബാധ്യതയില്ല എന്ന് പറഞ്ഞ് ഒഴിയേണ്ട ആളാണോ ബഹുമാനപ്പെട്ട ചെയർമാനും മേയറും ഒക്കെ, GCDA ചെയർമാനും മേയറും ഒക്കെ? ഞങ്ങൾക്ക് താഴെയുള്ളവരാ പരിശോധിക്കേണ്ടത്, ഞങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു ബാധ്യതയില്ല എങ്കിൽ പിന്നെ ഇന്നത്തെ മീറ്റിങ്ങിൻ്റെ പ്രസക്തി എന്താ ഉള്ളത്? അവർ അതിനുശേഷം ചർച്ച ചെയ്ത് തീരുമാനിക്കുന്നതിൻ്റെ പ്രസക്തി എന്താ ഉള്ളത്? അപ്പോൾ ഇത് പറയുക എന്നുള്ളതിനേക്കാൾ അപ്പുറത്ത് തലേ ദിവസം കൊണ്ട് പെർമിഷന് ഞങ്ങൾ അപേക്ഷിക്കുന്നു എന്ന് പറയുന്ന ബഹുമാനപ്പെട്ട മേയർ സ്വയം ആലോചിക്കണ്ടേ? അവർക്ക് അതിനു മുൻപ് വാക്കാലോ അല്ലാതെയോ അത് നടത്താനുള്ള അനുവാദമോ അതല്ലെങ്കിൽ അതിനുള്ള ധൈര്യമോ എവിടെ നിന്നോ കിട്ടിയിട്ടുണ്ട്. അത് എവിടെ നിന്നാണെന്ന് മാത്രമേ കണ്ടെത്താനുള്ളൂ. അത് നമുക്കിപ്പോൾ നേരിട്ട് അറിയില്ലാത്തതുകൊണ്ട് നമുക്ക് പറയാൻ കഴിയുന്നില്ല പൊതുവായി. പക്ഷേ അവർക്ക് ആ ധൈര്യം കിട്ടിയിട്ടുണ്ട് സംഘാടകർക്ക് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല, സംശയവും ഇല്ല. അങ്ങനെ ധൈര്യം കിട്ടാതെ സാധാരണക്കാർക്ക് അങ്ങനെ ഒരു പ്രോഗ്രാം നടത്താൻ കഴിയുമോ? അങ്ങനെ സ്വാധീനമില്ല എന്നുണ്ടെങ്കിൽ, അങ്ങനെ അവർക്കുള്ള അധികാരം അവർക്ക് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആരും അതിന് ധൈര്യപ്പെടില്ല. ഇപ്പോൾ ഒരു പൊളിറ്റിക്കൽ പാർട്ടി ഒരു പൊതുയോഗം നടത്തുമ്പോൾ പോലും, നമ്മളെല്ലാം പൊളിറ്റിക്കൽ പ്രോഗ്രാമുകൾ നടത്തുന്ന ആളുകളാണ് പൊതുസ്ഥലങ്ങളിൽ. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോലും പോലീസിൻ്റെ എത്രയോ കർശനമായ നിർദ്ദേശമുണ്ട്. പ്രോഗ്രാം തുടങ്ങുന്നതിനെ സംബന്ധിച്ച്, പ്രോഗ്രാം അതുമായി നടത്തിക്കൊണ്ട് പോകുന്നതിനെ സംബന്ധിച്ച്, പൊതുപരിപാടികൾ സംഘടിപ്പിക്കുമ്പോൾ സ്റ്റേജിൻ്റെ നടപടികളെ സംബന്ധിച്ച്. ഈ GCDAയുടെ സ്ഥലത്താണെങ്കിലും ഈ കോർപ്പറേഷൻ്റെ സ്ഥലത്താണെങ്കിലും ദൈനംദിനം എത്രയോ പരിപാടികൾ നടക്കുന്നു. അവിടെയെല്ലാം ഈ തരത്തിലുള്ള പരിശോധനകൾ നടക്കുന്നില്ലേ? എന്തുകൊണ്ടാണ് ഇപ്പോൾ ഫ്ലവർ ഷോ നടക്കുന്ന സ്ഥലത്ത് 24 മണിക്കൂറിനുള്ളിൽ ഞങ്ങൾ നിർത്താൻ നോട്ടീസ് കൊടുത്തു എന്ന് പറയുമ്പോൾ, അതിന് മുൻപാണെങ്കിലും അതിന് ശേഷമാണെങ്കിലും അത് നടന്നുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ, അതല്ലെങ്കിൽ അതിനുള്ള അനുമതി തേടുന്ന ഘട്ടത്തിൽ മറ്റുള്ള പേപ്പറുകൾ കൃത്യമാണോ, മറ്റുള്ള ലൈസൻസുകൾ കൃത്യമാണോ എന്ന് പരിശോധിക്കാനുള്ള സംവിധാനം ഇവിടെ പോയിരിക്കുന്നു. അപ്പോൾ ഇപ്പോൾ ഒരു പ്രശ്നമുണ്ടായി. അപ്പോൾ ഞങ്ങൾ അനുമതി കൊടുത്തിട്ടുണ്ട്, ഞങ്ങൾ വാക്കാൽ കൊടുത്തിട്ടുണ്ട്. ആ അനുമതി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഇനി അവരെ സംരക്ഷിക്കേണ്ട ബാധ്യത ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് തൽക്കാലത്തേക്ക് ഞങ്ങളൊരു മീറ്റിംഗ് നടത്തി. ആ മീറ്റിങ്ങിൽ ഞങ്ങൾ എല്ലാവരും കൂടി തീരുമാനിക്കുന്നു, ഇനി അങ്ങോട്ടേക്ക് ഈ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഞങ്ങൾ പരിശോധിക്കാം. അങ്ങനെയാണോ ഒരു ഉത്തരവാദിത്തപ്പെട്ട സ്ഥാപനത്തിൽ നിന്ന് നടപടി ഉണ്ടാക്കേണ്ടത്? അതാണോ അതിന് മുൻപ് നടക്കേണ്ട നടപടിക്രമങ്ങൾ? അതിന് ചട്ടങ്ങളുണ്ട്, നടപടികളുണ്ട്. മുനിസിപ്പാലിറ്റീസ് ആക്ട് പ്രകാരം സെക്ഷൻ 54 57 നോക്കിയാൽ മതി. ബഹുമാനമായിട്ട് മേയർക്ക് മനസ്സിലാകുമല്ലോ, ഉദ്യോഗസ്ഥന്മാരെ നോക്കിയാൽ പോരെ. ഒരു പൊതുസ്ഥലത്തിൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള കെട്ടിടത്തിൽ ടെമ്പററി ആയ ഒരു നടപടി ചെയ്യണമെങ്കിൽ, നമ്മളുടെ ഒരു കെട്ടിടം ഇപ്പോൾ നമ്മളിരിക്കുന്ന ഈ ഫ്ലോറിൽ ഒരു അഡീഷണൽ കൺസ്ട്രക്ഷൻ നടത്തണമെങ്കിൽ അതിൽ പെർമിഷൻ ഇല്ല എന്നിരിക്കട്ടെ, നാളെ ഇത് പൊളിച്ചു നിൽക്കാൻ നോട്ടീസ് നൽകും. അപ്പോൾ സ്വാഭാവികമായും ഇത് ഏതെങ്കിലും തരത്തിൽ ഒരു പൊതുസ്ഥലത്ത് തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ആരെങ്കിലുമാണ് നടത്തുന്നിരിക്കട്ടെ, അത് ആ സെക്കൻഡിൽ പൊളിച്ചിട്ടുണ്ടാകും. അപ്പോൾ ഇതിന് സാങ്കേതികമായി പറഞ്ഞാൽ ഇതിന് പെർമിഷൻ കൊടുത്തിട്ടുള്ള ആളുകൾ അതിന് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ തന്നെയാണ്. അതിന് നേതൃത്വം കൊടുത്തിട്ടുള്ള ആളുകൾ ആ ഉത്തരവാദിത്തപ്പെട്ട ആളുകളുമായി അടുത്ത് ബന്ധം പുലർത്തുന്നവരാണ്. അതല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ടുകൊണ്ട് അനുമതികൾ വാക്കാൽ ലഭിച്ചിട്ടുള്ള ആളുകളാണ്. അങ്ങനെ ലഭിക്കാതെ ഒരാളും അതിന് ധൈര്യപ്പെടില്ല എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല സ്മൃതി. അത് സ്വാഭാവികമായി നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യമാണ്. ബഹുമാനപ്പെട്ട മേയർ അതുകൊണ്ടാണ് തലേ ദിവസം കിട്ടി എന്ന് പറയുന്നത്. തലേ ദിവസം കിട്ടിയാൽ 24 മണിക്കൂർ എന്നതിന് 1 മണിക്കൂർ മതിയല്ലോ സ്റ്റോപ്പ് മെമ്പർ കൊടുത്ത ആ പ്രോഗ്രാം അവിടെ അവസാനിപ്പിക്കാൻ. അപ്പോൾ ഇത്രയും വലിയ പ്രോഗ്രാം സംഘടിപ്പിക്കുന്നതിൻ്റെ പിന്നിലുള്ള ഫയർ ആൻഡ് റെസ്ക്യൂവിനെ സംബന്ധിച്ചാണെങ്കിലും, പോലീസിൻ്റെ നടപടിയെ സംബന്ധിച്ചാണെങ്കിലും, അനുമതിയെ സംബന്ധിച്ചാണെങ്കിലും, ഇനി ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അനുമതിയെ സംബന്ധിച്ചാണെങ്കിലും, ഇത് ഓരോരോ വകുപ്പുകൾ കൊടുക്കേണ്ടതല്ലേ? ഇപ്പോൾ അവിടെ എന്തെങ്കിലും ഒരു ഇല്ലീഗൽ കൺസ്ട്രക്ഷൻ നടന്നാൽ, ആ സ്റ്റേഡിയത്തിൽ ഒരു ഇല്ലീഗൽ കൺസ്ട്രക്ഷൻ നടന്നാൽ, ഇപ്പോൾ നടന്നിരിക്കുന്ന ഇല്ലീഗൽ കൺസ്ട്രക്ഷനാണ്. ആ ഇല്ലീഗൽ കൺസ്ട്രക്ഷൻ സ്വാഭാവികമായും പൊളിച്ചു നീക്കാൻ ആ സെക്കൻഡിൽ മെമ്മോ കൊടുക്കുമല്ലോ. ഇന്ന് എനിക്ക് നേരിട്ടറിയാവുന്ന ഒരു കാര്യം, ഇന്നലെ ഞങ്ങളൊരു പൊതുപരിപാടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ തരത്തിലൊരു സ്റ്റേജ് ഇടാനുള്ള ശ്രമം നടത്തിയപ്പോൾ 8-10 തവണയാണ് പോലീസ് ഉദ്യോഗസ്ഥന്മാർ വന്നിട്ട് അപ്പോൾ ഓരോ മണിക്കൂറിലും സ്റ്റോപ്പ് മെമ്പർ തരികയാണ്. അത് ചെയ്യാൻ പാടില്ല, ഇത് ചെയ്യാൻ പാടില്ല, മാറ്റണം, നിങ്ങൾ അത് മാറ്റണം, ഇത് മാറ്റണം. അപ്പോൾ ഈ നടപടിക്രമങ്ങൾ എപ്പോഴാണ് ഇപ്പോൾ പെട്ടെന്ന് സടകുടഞ്ഞ് എഴുന്നേറ്റത്? അതാണ് രാത്രി കെട്ടിപ്പൊക്കി എന്ന് പറയുന്നത്. മേയറുടെ വാചകങ്ങളാണ് രാത്രി കെട്ടിപ്പൊക്കിയ സ്റ്റേജാണെന്ന്. ആ രാത്രി കെട്ടിപ്പൊക്കിയ സ്റ്റേജിലേക്ക് ആരൊക്കെയാണ് നടന്നു കയറിയിട്ടുള്ളത്, ആരൊക്കെയാണ് ആ സ്റ്റേജിൽ ഇരുന്നത് നമ്മൾ കണ്ടതാണ്.